നമ്മളിപ്പോൾ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിൻ്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവൻ്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ കിട്ടു. ഇവിടെ ഇങ്ങനെയുള്ള സീനിലൊക്കെ നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം. ബുദ്ധിയാണോ? ബുദ്ധിയാണ് എല്ലാ ആവശ്യത്തിന് കൂടുതൽ. ആണോ? എന്നാൽ കൂടുതലുള്ള ബുദ്ധി കുറച്ച് അച്ചാറിട്ട് വെച്ചോ, ചോറും കൂട്ടി തിന്നാ. ശാപോ രാവിലെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലേ? രാവിലെ കാണിച്ചത് അത് വെറുതെ ആയിരുന്നു, നന്നായതായിട്ട് അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചാണോ? പറയണ്ടേ, ഞാനത് ഇവിടെ എവിടെയത്? എന്തോ തപ്പുന്നേ? എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് പടാൻ എണീച്ചു. പണ്ട് ഈ വധൂരി ഉണ്ടല്ലോ, നക്ഷത്രാമനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തോട്ടിൽ അവനെ പെയിന്റ് അടിച്ചോണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞോട്ടാണ്. അവന് വിവരമുണ്ട്, നിന്നെ പോലല്ല. നിനക്ക് ബിസ്ക്കറ്റ് വേണോടാ? വൈനോട്ട്. ക്രീം ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഭക്ഷണത്തെ നിന്നിക്കുന്നു, കഴിയടാ. പുതിയ ഫോണാണോ? ആ പാപ്പ, പുതിയ ഫോണ്. എങ്ങനെ തുറക്കുന്നത്? എങ്ങനെ? അതിലാ പാപ്പ എന്റെ മോൻ വെച്ച കണ്ട. മോൻ വെച്ച് തുറക്കോ? നോക്കട്ടെ. തുറക്കുന്നില്ലല്ലോ. അല്ല, അപ്പാപ്പന്റെ അല്ല, എന്റെ മോൻ വെച്ചാൽ നോക്കാവുള്ളൂ. കണ്ട, നിന്റെ മോൻ വെച്ചാലേ തുറക്കത്തുള്ളൂ. ആ, ഇത് ഓണറേച്ചിയുടെ പ്രത്യേകത. അപ്പൊ നീ ചത്തു എന്താ ചെയ്യും? എത്രയായി? ഇത്രേ ഉള്ളോ? എന്നാ എന്റെ നാരങ്ങ വെള്ളത്തിന്റെ പൈസ ഉണ്ട്, ബാക്കി എന്താ ഞാൻ കൊടുത്തേരും. അപ്പൊ ഫുൾ ചെലവെന്ന് പറഞ്ഞിട്ട്? എന്റെ ഫുൾ ചെലവ് ഞാനാ നോക്കുന്നത്. അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഏത്? നിന്റെ ജോലിക്കാരി എന്തായിരുന്നു? ഞാനും പപ്പയുടെ ബിസിനസ് നോക്കി നടത്താനുള്ള ഒരു പ്ലാനില്ല. ഇപ്പോൾ പപ്പയ്ക്ക് എന്നായിരുന്നു ബിസിനസ്? ഏത് ബിസിനസ് വേണമെന്ന് ഞങ്ങൾ നമ്മളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. നീ എവിടെയല്ലോ അല്ലേ? അല്ല, അവന്റെ പപ്പ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് വേണം എനിക്കും എന്റെ അച്ഛനും അങ്ങോട്ട് പോകാൻ. എന്താണെന്നറിയോ? ചതുരമല്ലേ? അല്ല, നിന്റെ മൊബൈൽ ഫോൺ. അയ്യോ, കീപാഡൊന്നും ഇല്ലായിരുന്നു, ടച്ച് സ്ക്രീന്. എടാ, എനിക്കിവിടെ പൊട്ടിക്കാൻ തരുമോ? പകുതി മതി. ഇവിടെ നിങ്ങൾക്ക് നാണമില്ലേ? ഇവന്റെ ഓഫീസ് ടൈമില് മറ്റേ വർക്ക് ഫിനിഷ് ചെയ്തോ? ഇൻ 1 hour. വർക്ക് വിദേശത്ത് പോകാൻ പറ്റൂല. നാട്ടിലൊരു നല്ല ജോലി ആ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. തെണ്ടി തിന്നു വിചാരിച്ചാലും ആരും ഒന്നും തരൂല. IPC സെക്ഷനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കണ്ടേ. ഡോണ്ട് യു സീ ദ ഐറണി? യെസ് യുവർ ഓണർ. പേരെങ്ങനെയാണ്? ഞാൻ പറയാം, ഇത് സാബു, ഇത് ഷാജി അല്ലേ? സിനിമയിലൊക്കെ അങ്ങനെ. പിന്നെ പേരെങ്ങനെ വെച്ചാൽ പറ. ഇത് ശ്രീകുമാർ, ഞാൻ ശ്രീശാന്ത്. എന്റെ അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ ചങ്കത്തുവരെയൊക്കെ എടുക്കുന്നു. ജോർജ്, നീ ടെൻഷൻ അടിക്കല്ലേ? വേണ്ട, ഞാൻ ഇവിടുന്ന് കുലുക്കി അടിക്കാം. ല്ല പോലീസ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുമ്പോഴേ മറച്ചോണ്ട് പോകാൻ ഒരു നല്ല കർച്ചീഫ് പോലും ഇവിടെ ഇല്ല. പ്രഹ്ലാദൻ അയ്യർ, MA LLM. I'm laughing because my motherfucking life is a mess, but I've made it. And I wouldn't trade it, cause I stay faded. Fucking all the bitches till it look like we related.